മലയാളം എക്സ്പ്രസ് ടിവിയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. KSRTCയിലെ എംപാനൽ ജീവനക്കാരുടെ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം ഇന്നലെ മുതൽ ആരംഭിച്ചു. കഴിഞ്ഞ ഒരു മാസമായി KSRTCയിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ മറവിലാണ് KSRTC ഇവരെ പിരിച്ചുവിട്ടത്. ഇവരെ പിരിച്ചുവിട്ടത് എന്ത് കാരണത്താലാണെന്ന് നമുക്ക് പരിശോധിക്കാം. മാത്രമല്ല, KSRTCയിൽ എംപാനൽ ജീവനക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്ന് തുടങ്ങി അത് വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വാർത്തയാണ്. ഇന്ന് KSRTC അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാത്തിലും KSRTCയിലെ എംപാനൽ ജീവനക്കാർക്ക് അതിൻ്റെതായ പങ്കുകളുണ്ട്. ഒരു സമയത്ത് KSRTCയിലെ സ്ഥിരം ജീവനക്കാർ, അതായത് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ KSRTCയിലെ തൊഴിലാളി സംഘടനയായ CITU നേതൃത്വം കൊടുക്കുന്ന സമരസമിതിയുടെ സമരത്തെ, പ്രക്ഷോഭങ്ങളെ, കാരണം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്ത ആ സമരത്തെ ഒതുക്കാനായിട്ട്, ആ സമരത്തെ പൊളിക്കാനായിട്ട് ഉപയോഗിച്ച ഒരു ഉപകരണം മാത്രമായിരുന്നു ഒരു കാലത്ത് എംപാനൽ ജീവനക്കാർ. ഈ എംപാനൽ ജീവനക്കാരുടെ ജീവിത രീതി, അവരെ ഏത് രീതിയിലാണ് ഈ KSRTCയിലേക്ക് അവരെ കൊണ്ടുവന്നത്, അവരെ ഏത് രീതിയിലാണ് നിയമിച്ചത്? പിൻവാതിൽ നിയമനത്തിൽ കൂടെ മാത്രമാണ് KSRTCയിൽ ഇവർ എത്തപ്പെട്ടത്. ഏകദേശം 10,000-ഓളം കുടുംബങ്ങളാണ് ഇന്ന് KSRTCയിലെ എംപാനൽ ജീവനക്കാർ ഉള്ളത്. അത്രയും കുടുംബങ്ങൾ കഴിഞ്ഞുപോയ കാലാകാലങ്ങളിൽ വന്നുപോയ സർക്കാരുകൾ പിൻവാതിലിൽ കൂടെ നിയമിച്ചവരാണ് ഇവരെ താൽക്കാലികമായി എടുത്തു. അതിനുശേഷം കുറച്ചു പേരെ മാത്രം സ്ഥിരപ്പെടുത്തി. ആ സ്ഥിരപ്പെടുത്തിയ ലിസ്റ്റിൽ കടന്നുകൂടാത്ത ഏകദേശം 4,000-ഓളം പേരെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരം പിരിച്ചുവിട്ടത്. ഒരു കാലത്ത് KSRTCയെ നയിച്ചിരുന്ന ഈ എംപാനൽ ജീവനക്കാരുടെ അവരെ സ്ഥിരപ്പെടുത്തിയതിൽ ഏകദേശം 4,000 ശിഷ്ടം പേരെ സ്ഥിരപ്പെടുത്തി. ആ സ്ഥിരപ്പെടുത്തിയ കുടുംബങ്ങൾ ഇപ്പോൾ അവർ സുഭിക്ഷമായി ജീവിക്കുമ്പോൾ അവരോടൊപ്പം കയറിയ, അവർക്ക് പിന്നാലെ കയറിയ ഏകദേശം 4,000-ഓളം പേരാണ് ഇപ്പോൾ വഴിയാധാരമായത്. ഇവരെ ഏത് രീതിയിൽ നിലനിർത്താൻ പറ്റും, ഇവർക്ക് ഏത് രീതിയിൽ ഇവർക്ക് അവിടെ ജോലി കൊടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, സർക്കാരും KSRTCയും മുൻകൈയെടുത്ത് അത് എങ്ങനെയാണെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. എംപാനൽ ജീവനക്കാർ KSRTCയിൽ കടന്നുകൂടിയത് ഏത് രീതിയിലാണെന്ന് നമുക്ക് പരിശോധിക്കാം. KSRTCയിലെ എംപാനൽ കണ്ടക്ടർമാരെ പിരിച്ചുവിട്ടിട്ട് ഒരു മാസം തികയുകയാണ്. ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് KSRTC ഇവരെ പിരിച്ചുവിട്ടത്. ഏകദേശം 3,860 കണ്ടക്ടർമാർക്കാണ് ജോലി ചെയ്യാനാകാതെ KSRTCയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത്. ഇത്രയും കുടുംബങ്ങൾ നിത്യവൃത്തിക്ക് പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതിനുള്ള സാഹചര്യം ആരുണ്ടാക്കി? ആരാണ് ഈ കഥയിലെ വില്ലൻ? എംപാനൽ ജീവനക്കാരുടെ നിയമനത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. 1992 K. കരുണാകരൻ മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്ന R. ബാലകൃഷ്ണപിള്ളയാണ് എംപാനൽ ജീവനക്കാരെ KSRTCയിൽ നിയമിച്ചത്. 1993 നവംബറിൽ വിവിധ ആവശ്യമുന്നയിച്ചുകൊണ്ട് CITUവിന്റെ നേതൃത്വത്തിൽ സമരസമിതി നടത്തിയ സമരത്തെ നേരിടാൻ R. ബാലകൃഷ്ണപിള്ള കണ്ടുപിടിച്ച മാർഗമായിരുന്നു എംപാനൽ ജീവനക്കാർ. സ്ഥിരം ജീവനക്കാർ പണിമുടക്കി ബസ് സർവീസുകളെല്ലാം മുടക്കിയപ്പോൾ എംപാനലുകാരായി കയറിയവർ ബസ് ഓടിച്ച് സമരത്തെ പൊളിക്കുകയായിരുന്നു. ആദ്യം കൊട്ടാരക്കര ഡിവിഷനിൽ പരീക്ഷണം തുടങ്ങി, പിന്നീട് സംസ്ഥാനത്ത് മുഴുവൻ വ്യാപിപ്പിച്ചു. ഏകദേശം 8,000-ഓളം പേരെ ഈ രീതിയിൽ വിവിധ ഡിപ്പോകളിൽ കണ്ടക്ടർമാരായും ഡ്രൈവർമാരായും മെക്കാനിക്കുകളായും നിയമിച്ചു. സമരം കഴിഞ്ഞിട്ടും ഇവരെ പിരിച്ചുവിട്ടില്ല. കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും 18 വയസ്സ് തികഞ്ഞ ലൈസൻസ് ഉള്ളവരെയുമാണ് ഇത്തരത്തിൽ നിയമിച്ചത്. ലൈസൻസ് ഇല്ലാത്തവരെ അത് എടുപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കയറിക്കൂടിയ 90% പേരും R. ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിക്കാരാണ്. ഇങ്ങനെ കയറാൻ ബാലകൃഷ്ണപിള്ള പറയണം. രാവിലെ മുതൽ ബാലകൃഷ്ണപിള്ളയുടെ വീട്ടുപടിക്കൽ ഇവർ ക്യൂ നിൽക്കുകയാണ് പതിവ്. ഏതായാലും വന്നവരെയെല്ലാം അദ്ദേഹം KSRTCയിൽ ജീവനക്കാരായി നിയമിക്കുകയും ചെയ്തു. രാജ്യത്ത് 3 റിക്രൂട്ടിംഗ് ഏജൻസികളാണുള്ളത്: UPSCയും PSCയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും. സംവരണ തത്വം പാലിച്ച് വയസ്സ് നോക്കി ഈ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നവരാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യേണ്ടത്. ഇത് കാറ്റിൽ പറത്തി ഈ നിയമം തനിക്ക് ബാധകമല്ലെന്ന് പറഞ്ഞു വരുന്നവരെയെല്ലാം പിൻവാതിലിലൂടെ ജോലിക്ക് കയറ്റിയ R. ബാലകൃഷ്ണപിള്ളയും പിന്നീട് ഗതാഗത മന്ത്രിയായ മകൻ KB ഗണേഷ് കുമാറുമാണ് ഈ കഥയിലെ വില്ലന്മാർ. വെറും 50 രൂപ ശമ്പളത്തിൽ ജോലിക്ക് കയറിയ ഇവർക്ക് പിന്നീട് ഒരു നയാ പൈസ പോലും കൂട്ടിക്കൊടുത്തിട്ടില്ല.
മാത്രമല്ല 19ഉം 20ഉം വർഷമായവരെ സ്ഥിരപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് എതിര് നിന്നവരും ഇവർ തന്നെയാണ്. ഇതിലെല്ലാം രസം KSRTCയിലെ എംപാനൽ ജീവനക്കാരിൽ ഭൂരിഭാഗവും കൊട്ടാരക്കരയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവരാണ് എന്നതാണ്. ഇവരെ ജോലിക്ക് കയറ്റിയപ്പോൾ സ്ഥിരപ്പെടുത്തില്ല എന്ന് പറയേണ്ടതായിരുന്നു. എന്നാൽ അത് പറയുകയും ചെയ്തില്ല. മാത്രമല്ല പലതവണ പിരിച്ചുവിടുകയും പിന്നീട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കുടുംബങ്ങളെ പട്ടിണിക്കിട്ട നടപടിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ബാലകൃഷ്ണപിള്ള കയറ്റിയ ഒരാളുടെ കുടുംബം പോലും ഇന്ന് ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയിലില്ല. വർഷങ്ങൾക്ക് ശേഷം 2006 അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മാത്യു ടി തോമസ് ഗതാഗത മന്ത്രിയായി. അദ്ദേഹമാണ് ഇവരെ ഒരു ജീവനക്കാരായി അംഗീകരിച്ചത്. ഇവർക്ക് ID കാർഡുകൾ നൽകുകയും ബസ്സുകളിൽ യാത്ര ചെയ്യാൻ പാസ് നൽകുകയും ശമ്പളം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. ഒപ്പം മറ്റ് അലവൻസുകളും നൽകി. പിന്നീട് വന്ന ഗതാഗത മന്ത്രി ജോസ് തെറ്റയിലാണ് ഇവരെ സ്ഥിരപ്പെടുത്താനുള്ള ലിസ്റ്റ് തയ്യാറാക്കിയത്. കണ്ടക്ടർ, ഡ്രൈവർ, മെക്കാനിക് തുടങ്ങിയ വിഭാഗങ്ങളിൽ 8 വർഷം പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്തുന്നതിനുള്ള നടപടിയാണ് ജോസ് തെറ്റയിൽ പൂർത്തിയാക്കിയത്. അതിൻ പ്രകാരം 2011-20 തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മന്ത്രിസഭാ യോഗത്തിൽ ലിസ്റ്റ് വയ്ക്കുകയും ചെയ്തു. പക്ഷേ ചില രാഷ്ട്രീയ എതിർപ്പുകൾ ഉയർന്നതോടെ സ്ഥിരപ്പെടുത്തൽ നടന്നതുമില്ല. പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ 10 വർഷമായി താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമെന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം സ്ഥിരപ്പെടുത്തിയ ലിസ്റ്റിൽ കടന്നുകൂടാത്തവരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇവരിൽ പലരെയും നിയമിച്ചത് പിൻവാതിലിലൂടെ തന്നെയാണ്. ഒന്നുകിൽ ഇവരെ വ്യക്തമായ ഉത്തരവോടെ ഒരിക്കലും സ്ഥിരപ്പെടുത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇവരെ തിരിച്ചെടുത്ത് സ്ഥിരപ്പെടുത്തണം. ഇവർക്ക് ജോലി കൊടുക്കാമെന്ന് പ്രൈവറ്റ് ബസ് ഉടമകൾ പറഞ്ഞിട്ടും പോകാതെ KSRTCയിൽ മാത്രമേ ജോലി ചെയ്യൂ എന്ന് നിർബന്ധം പിടിച്ച് നിൽക്കുന്നതിന്റെ ഉദ്ദേശവും സ്ഥിരപ്പെടുത്തുമെന്ന വ്യാമോഹത്തിലാണ്. ഏതായാലും ഇവരുടെ പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി തന്നെ ഇടപെടേണ്ടതുണ്ട്.